ആത്മീയ കച്ചവടത്തെയും ശക്തമായി എതിർത്ത ചരിത്രമാണ് CPIM-നുണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം ഭൂതകാലക്കുളിരായി ഓർക്കാനേ ഇപ്പോൾ നേതൃത്വം താല്പര്യപ്പെടുന്നുള്ളൂ. അമൃതാനന്ദമയ്യെയും മഠത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെയും വിമർശിച്ച പാർട്ടിയുടെ മന്ത്രിമാർ ഇന്ന് സ്നേഹചുംബനങ്ങളുമായി ആശ്രമ വഴിയിലാണ്. സമുദായ നേതൃത്വത്തിന് മുന്നിൽ കുമ്പിടാത്ത നേതാവെന്ന പരിവേഷമുള്ള പിണറായിയാണ് വെള്ളാപ്പള്ളിയെ ഔദ്യോഗിക വാഹനത്തിൽ അയ്യപ്പ സംഗമത്തിലേക്ക് ആനയിച്ചത്. ആചാരലംഘനം ആവർത്തിക്കില്ലെന്ന് NSSന് ഉറപ്പു നൽകാനും ഇടത് സർക്കാരിന് മടിയില്ല. നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുമെന്നാണ് പാർട്ടിയുടെ ആപ്തവാക്യങ്ങളിലൊന്ന്. അതിപ്പോൾ തിരിഞ്ഞുകൊത്തുകയാണ്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? മൂന്നാം ഊഴത്തിനായുള്ള നിലപാട് തറയൊരുക്കുന്നതിനാണോ CPIM-ന്റെ ശ്രമം? 4 വോട്ട് കിട്ടാനുള്ള കപട ഭക്തിയാണെന്ന പ്രതിപക്ഷ ആരോപണത്തിൽ കഴമ്പുണ്ടോ? വിശദമായി പരിശോധിക്കാം. ഞാനിപ്പോൾ അഭിമാനിക്കുകയാണ്. അമ്മ എല്ലാവർക്കും ആലിംഗനം കൊടുത്തപ്പോൾ ഒരാൾ അമ്മയ്ക്ക് തിരിച്ചൊരു ആലിംഗനം കൊടുത്തത് ഞാനാണെന്ന്.